പാർവതിദാസ്. എൻ്റെ പേര് അയാൻഷസ്. എൻ്റെ പേര് ആസിഫ് ഗയാൻ. ഹലോ ഗായ്സ്, നമ്മൾ ഇതാക്കാൻ പോകുന്നതെന്നറിയാവോ? കഥയുണ്ട്, ഒരു ജീവിക്കളി. ഒരു ജീവിന്റെ കഥയാ പറയാൻ, ഒരു ജീവിക്കഥയാണ് ഇവർ രണ്ടും പറയാൻ പോകുന്നത്. എനിക്കറിയില്ല. അപ്പോ ഇവിടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകമുണ്ട്. അത് വായിച്ച് നമ്മൾ വായിച്ചിട്ടാണ് ഈ കഥ പറയുന്നത്. പണ്ട് ഒരു ചൈന ഇല്ലേ, ഇവിടെ എല്ലാം പണ്ടൊരു ചൈന ഉണ്ട്. ആ ചൈനയില് ഒരു കൊതുക് അകപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു കൊതുക് എന്ന് പറഞ്ഞ ആള് അകപ്പെട്ടിട്ടുണ്ട്. അതൊരു പ്രത്യേക കൊതുവാണ്. അത് ചൈനയിലെ ഏത് വീട്ടിലും പോയാല് കൊതു ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഒത്തിരി മുമ്പിലെത്തിയാൽ കുറെ കൊതു അതുപോലെ തന്നെ വരും. എന്നിട്ട് കുറെ ചുമരിന്റെ കളറായിട്ട് മാറും. എന്നിട്ട് അതായി കൊതു എല്ലാം ഒട്ടിപ്പിടിക്കും ചുമരില്. അപ്പോൾ ഒരു വയസ്സുള്ള കുട്ടി പുറത്ത് വന്നിട്ട് എവിടെങ്ങും തൊട്ടാല് ഐക്കുത്തിന്റെ കൈ ഇങ്ങനെ കുത്തി തുളച്ച് കയറിയിട്ട് അതിലൊരു വിഷം ഉണ്ടാവും. വിഷം ഉള്ളിൽ കയറിയിട്ട് ഐക്കുട്ടി അതിന്റെ ബാക്കിൽ കൂടെ കയറി വിട്ടിട്ട് കാലിൽ കൂടെ പുറത്ത് വന്നിട്ട് അപ്പൊ കൈക്കുട്ടി മരിച്ചു പോകും. ഐക്കൊതു എന്നാണ് അതൊന്ന് അങ്ങനെ ഉണ്ടായത്. അപ്പൊ ഈ കൊതു അങ്ങനെ അതെങ്ങനെ ഈ കൊതു അങ്ങനെ ഉണ്ടായെന്ന് വെച്ചാല്, ഒരു കൊതു ഇല്ലേ, നമ്മൾ സാധാ കൊതു, ഈ കൊതുവിന്റെ വയറിങ്ങനെ കീറിയിട്ട് നമ്മൾ പെയിന്റ് അടിച്ചു നോക്കും. പലതരം പെയിന്റ് അടിച്ചു നോക്കും. എന്നിട്ട് നമ്മളെ ചത്തുപോയ പ്രേതങ്ങളില്ലേ, ഈ പ്രേതങ്ങളിൽ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം കീറിയിട്ട് പ്രേതങ്ങളെ ശരീരം കീറിയിട്ട് എന്തോ കളർ മാറുന്ന ഒരു സാധനം ഉണ്ട്. എവിടെയെങ്കിലും അടുത്ത് പോയാൽ കളർ മാറുന്നത് അത് ഈ കൊതുവിന്റെ ഉള്ളിൽ വെച്ചെടുക്കും. എന്നിട്ട് ഈ കൊതുവിന്റെ ഇത് എടുക്കും. അങ്ങനെ കുറെ നാട്ടുകാര് ഇത് വേറെ പ്രത്യേക ജീവിയാണ് പറഞ്ഞിട്ട് എല്ലാവരും ദൂരേക്ക് ഓടിപ്പോയതല്ല. അപ്പൊ ഈ കൊതു എവിടെയാ പോകുന്നതെന്ന് ലൊക്കേഷന് അയച്ച് നാട്ടുകാരെ ഫോണിലെല്ലാം അയച്ച്. അപ്പൊ ഈ നാട്ടുകാരെ ഈ കൊതു എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ അതിനെ കോപ്പി അടിച്ചു പോയി. അപ്പൊ ഈ കൊതു ഒരു വീട്ടിന്റെ അടുത്തുള്ളതെന്ന് വിചാരിച്ച് ഒരു വീട്ടിന്റെ അടുത്തുണ്ട് എന്ന് ഗ്രാമങ്ങൾ അറിഞ്ഞ്. അപ്പോൾ ഈ കൊതു ഈ വീടിന്റെ കളറായി മാറിയിട്ട് കളറായി മാറും. വീടിന്റെ കളറായിട്ട് മാറും. എന്നിട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വയസ്സുള്ള ഒരു കുട്ടി പുറത്ത് വന്നിട്ട് എവിടെയെങ്കിലും തൊട്ട് ഈ കുട്ടിന്റെ കൈ തുടച്ച്